ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ അമ്മന്റെ കയ്യിൽ ഈ ഭാഗത്തൊക്കെ കുറച്ചിങ്ങനെ ടാൻ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അമ്മയ്ക്ക് ഈ ടാനൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഹോം റെമഡി വെച്ചിട്ട് തന്നെ എങ്ങനെ ടാനൊക്കെ മാറ്റാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ലൈറ്റ് ആക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതാണ് കേട്ടോ ബീഫോർ അവസ്ഥ. അമ്മ ജോലിക്കൊക്കെ പോകുമ്പോൾ കുടയൊന്നും യൂസ് ചെയ്യില്ല, സൺക്രീമൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ വെയിലത്ത് നടന്നിട്ട് ഈ ഒരു അവസ്ഥയിലായി. പിന്നെ അമ്മയ്ക്കും അമ്മയുടെ ചേച്ചിക്കൊക്കെ ഇതേ സെയിം സ്കിന്നാട്ടോ. പിന്നെ മേ ബി പാരമ്പര്യമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊക്കെ അറിയില്ല. എന്നിരുന്നാലും നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്ത് നമ്മുടെ അമ്മൻ്റെ ഈ ടാനൊക്കെ മാറ്റാൻ പോകണം. പക്ഷെ പെട്ടെന്നൊന്നും മാറില്ല. നമ്മൾ ഒരു മാസം ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുളിച്ചത് കൊണ്ട് നമ്മൾ ഷാമ്പു ഒന്ന് സോപ്പൊന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് കോട്ടൺ ഏതെങ്കിലും തുണി എടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഇളം ചൂട് വെള്ളം എടുത്താൽ മതി കേട്ടോ. ഒരുപാട് ചൂടെടുത്ത് കഴിഞ്ഞാൽ കൈ പൊള്ളും. അപ്പം നമ്മൾ ഒന്ന് കൈയൊക്കെ ഒന്ന് അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ അമ്മ എന്തൊരു ഗൗരവമാണ് ഇരിക്കുന്നത്. നല്ലപോലെ ഒരു ഡാർക്ക് ഉണ്ട് കണ്ടത്. നമ്മുടെ ഇവിടുത്തെ കളറേ അല്ല ഇവിടുത്തെ. അത് അമ്മ ഒരുപാട് ടാനൊക്കെ വെയിലത്ത് നടന്നിട്ടാണ്. പിന്നെ ഈ സൺക്രീം കാര്യങ്ങളൊന്നും ഇടില്ല. നമ്മൾ പിന്നെ ഇപ്പോഴാണ് സൺക്രീമൊക്കെ ഇടുന്നത്. അത് വേറൊരു കാര്യം. ഇത് ഞാൻ വന്ന് ആരാട്ടെ എല്ലാവരും ഒന്ന് ക്ലീൻ അപ്പ് ആക്കി എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ എക്സ്പോളേഷൻ ആണ്. അതിൽ നമ്മൾ തക്കാളി അതിൽ ഉണ്ടാതിരിയടാ കുറച്ച് നമ്മൾ തക്കാളി നീരും പിന്നെ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഒന്ന് എക്സ്പോളിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ സ്റ്റെപ്പിൽ വേണ്ടത് തക്കാളിയും പഞ്ചസാരയും കുറച്ച് നാരങ്ങ നീരമാണ്. ആദ്യം ഞാനൊന്ന് ഒരു തക്കാളീൻ്റെ പകുതി തക്കാളി എടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ നീര് ഒരു 5-6 തുള്ളി മതി കേട്ടോ. പിന്നെ ഈ തക്കാളി വെച്ചിട്ടായിരിക്കും നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ സംഭവം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഈ തക്കാളി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ടാനുള്ള ഭാഗങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് നന്നായി നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കൈമുട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഈ ഭാഗത്ത് കുറച്ചുകൂടി ഡാർക്ക് ഉണ്ടാവുക. കയ്യിലെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ കുറച്ച് നേരത്തേക്ക് ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു സ്ക്രബ് എഫക്റ്റാണ് ഉണ്ടാവുക. തക്കാളീൻ്റെ എഫക്റ്റ് കൊണ്ട് നമുക്ക് നല്ലപോലെ അറിയാം. നമുക്ക് ടാനൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് തക്കാളി. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞ് തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഒരുപാട് വീഡിയോസിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് തക്കാളിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ തക്കാളിയും പഞ്ചസാരയും കൂടിയിട്ട് നല്ലൊരു സ്ക്രബിങ് എഫക്റ്റാണ്. പിന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നെ എക്സ്പോളിറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കൊരു കുറച്ച് ഡ്രൈ ആണെന്ന് വരയ്ക്കുന്ന ജസ്റ്റ് ഒന്ന് ഒരു 1 മിനിറ്റ് ഒന്ന് വെക്കാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഇട്ട ഈ സംഭവം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കോട്ടൺ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു നമ്മൾ പാക്കാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പാക്കിന് ആവശ്യമായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ 2 സ്പൂണുമായിട്ട് കടലമാവ് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് 1 സ്പൂണ് വന്നിട്ട്
അരിപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യാനുസരണം നമ്മൾ കുറച്ച് ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ മഞ്ഞൾത്തൂൾ നമുക്കിടാം കേട്ടോ, മഞ്ഞൾപ്പൊടി. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വന്നിട്ട് നമ്മളൊന്ന് ഒരു പാക്കറ്റ്, ഈ ചെറിയ പാക്കറ്റാണ്, ഇത് 2 രൂപേൻ്റെ ചെറിയ പാക്കറ്റാണ്, അതൊന്ന് നമ്മളൊന്ന് ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ 2-3 ടേബിൾ സ്പൂൺ 2-3 ഡ്രോപ്സ് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. അതൊന്ന് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് വന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന, സ്ക്രബ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ, അതിൻ്റെ ജ്യൂസ് ഇപ്പോഴും അതിലുണ്ടാവും. ഇത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജാറിൽ മിക്സിയിൽ അരച്ചെടുത്തതിന് അതിൻ്റെ ഫുൾ നമുക്ക് തക്കാളി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ മാക്സിമം എൻ്റെ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ആ ജ്യൂസ് വന്നിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നമുക്കത് വേസ്റ്റായി കളയണ്ട. ആ ജ്യൂസ് വന്നിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് വന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 സ്പൂണ് വന്നിട്ട് തൈര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈര് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഫോമായിട്ട് നല്ല രീതിയിൽ ഒരു മീഡിയം തിക്കായിട്ടുള്ള രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ഒരു തിക്ക് പരുവം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പാക്ക് ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം കേട്ടോ. ഇത് നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് മുമ്പ് ഒരു തുണി ഇരിച്ചോളൂ. നമ്മുടെ മടിയിൽ തന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് ഒരു മീഡിയം ഇത്ര രീതിയിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഫുൾ ബോഡിയിലും വേണമെങ്കിലും ടാൻ മാറ്റാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ നെക്കിൽ ഫേസിൽ മാത്രമേ യൂസ് ചെയ്യരുത്. എന്താ വെച്ചാൽ നമ്മൾ നാരങ്ങ നീരൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഫേസിലേക്കൊന്നും പാടില്ല. നമ്മുടെ നെക്ക്, ബാക്ക് നെക്ക്, കയ്യിൽ, കാലിൽ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ബോഡി ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്യാം, ഫേസ് വിട്ടിട്ട് ബാക്കിയുള്ളവിടെയൊക്കെ. അപ്പൊ നമ്മൾ കൈ മൊത്തം ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഇത് ഇത്തിരി ഡ്രൈ ആകാൻ വെക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് തൊട്ട് നമുക്ക് 30 മിനിറ്റ് വരെ ഡ്രൈ ആകാൻ വെക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇതൊക്കെ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ, പാക്ക് ഫുള്ളും. അത്ര മിനിറ്റ് നമുക്ക് ധാരാളമാണ്. ഓക്കെ, 20-25 എടുക്കില്ലേ. അപ്പോൾ നമ്മൾ പാക്ക് ഇട്ടത് ഒരു 30 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കോട്ടൺ തുണി വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ പോലെ ഇങ്ങനെ വാഷ് ചെയ്തും എടുക്കാം കേട്ടോ. ഞാനിങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ തുടച്ചൊക്കെ എടുക്കുന്നതായിട്ട് ഇത് നമ്മള് ഒരു മാസത്തേക്ക് നമുക്ക് ആഴ്ചയിൽ നമുക്ക് ഒരു ദിവസമെങ്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നാൽ തന്നെ നല്ല രീതിയിൽ ടാന് മാറുള്ളൂ. എന്നാൽ അമ്മൻ്റെ ടാന് പെട്ട് നല്ല രീതിയിൽ ഞാൻ വീഡിയോ കാണിച്ചല്ലോ, അതുപോലെ നല്ല ടാൻ ഉണ്ട്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ നമ്മളൊരു വീക്കിൽ എപ്പോഴും വീക്കിലി ഒരു വട്ടമെങ്കിലും നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യണം കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്കൊരു മാസം കഴിഞ്ഞിട്ട് എങ്ങനെ റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. ഒരു മാസത്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ
ബിഫോറും ആഫ്റ്ററും എന്താണെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ചെറിയൊരു ചേഞ്ചസ് കാണുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഒരു ചേഞ്ചസ് കാണണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ദിവസം നമ്മൾ ഇതുപോലെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ പഴയ സ്കിന്നുമായിട്ട്, അതായത് നമ്മുടെ ഇവിടുത്തെ സ്കിന്നുമായിട്ട് ഇത് സാമ്യം വരണമെങ്കിൽ നമ്മൾ എന്തായാലും കൂടുതൽ യൂസ് ചെയ്യണം. നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. സോപ്പ് ഇടരുത്. നമുക്കിത് രണ്ട് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പം അമ്മ ബാത്റൂമിൽ പോയിട്ടൊന്ന് വാഷ് ചെയ്യാൻ പോയിരിക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഈ കോട്ടൺ തുണി വെച്ച് കളഞ്ഞിട്ട് അത്രയൊന്നും പോകുന്നില്ല, കുറേ സമയം എടുക്കും. നമുക്കൊന്ന് എങ്ങനെയെങ്കിലും കുഴപ്പമില്ല, നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം അമ്മ ഒന്ന് വാഷ് ചെയ്യാൻ പോയിട്ടുണ്ട്. നമുക്ക് വന്നതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പം അമ്മ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം. അടുത്തത് നമുക്കൊരു മോയ്സ്ചറൈസർ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തായാലും നമ്മൾ എന്തൊരു പാക്ക് നമ്മുടെ ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ്. മോയ്സ്ചറൈസർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ കുക്കുംബർ ജെല്ലാട്ടോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോവേര ജെൽ യൂസ് ചെയ്യാം. ഞാനതൊന്ന് കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തല കാണുമല്ലോ. ക്യാമറിനൊക്കെ നീക്കിയിട്ട് ഈ ചിക്കൻ ഓടിക്കാൻ വരുന്നത്. ജാക്സ് ഇവിടെ ഉണ്ട്, താഴെ ഇരിക്കുക. നമുക്ക് ആഫ്റ്റർ നമ്മുടെ ലുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പാക്കൊക്കെ ഇട്ട് ഏകദേശം നമ്മൾ ഇതൊരു കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ അമ്മൻ്റെ കൈ അത്രത്തോളം ടാൻ ഉണ്ട്. എന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ശ്രദ്ധിക്കാണ്ട് തന്നെ നല്ല രീതിയിൽ ടാൻ ആയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് ഇത് സൺക്രീം ഡെയിലി അപ്ലൈ ചെയ്താൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം അങ്ങനെ കൂടുതൽ ഡാർക്ക് ആയിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ ചെയ്ത പാക്കിന് ശേഷം ചെറിയ രീതിയിൽ ഡിമ്മായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കാം. ചെറുതായിട്ടുള്ള ആ ഒരു ഭയങ്കര ഡാർക്കായിട്ടുണ്ടായിരുന്നു. ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിമ്മായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ഒരു 1-2 മാസം ചെയ്യുമ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് ഒരിക്കലും നമ്മൾ ഹോം റെമഡിയിൽ റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ്. എനിക്കും കയ്യിൽ നല്ലപോലെ ടാനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കൈ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈവൺ ആയിട്ടാണ് എൻ്റെ ഹാൻഡൊക്കെ ഉള്ളത്. അപ്പോൾ അതേ സെയിം റെമഡി യൂസ് ചെയ്തിട്ടാണ് അമ്മേൻ്റെ കയ്യിൽ ഞാൻ ട്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് 2-3 മാസം നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്യണം. എന്നാൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ടും കിട്ടും കേട്ടോ. അമ്മയ്ക്ക് എങ്ങനെയാണ് തോന്നിയത് ആദ്യത്തെ യൂസിൽ? അമ്മനെ കുഴപ്പമില്ല, നല്ല മാറ്റമുണ്ട്. അമ്മയ്ക്ക് അത്യാവശ്യം ചെറിയൊരു രീതിയിലൊരു മാറ്റം കാണുന്നുണ്ട്. അപ്പം നമുക്ക് അമ്മയ്ക്ക് കുറച്ച് മടിയാണ്. നമ്മളിത് പാക്കൊക്കെ ഇടുമ്പോൾ ഒരുപാട് ടൈമിൽ ഇങ്ങനെ ഇരിക്കണമൊക്കെ ചെയ്യണം. അപ്പോൾ അമ്മയ്ക്ക് അതൊന്നും ആദ്യം മടിയാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഇരുത്തിപ്പിച്ചിട്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ എങ്ങനെയാണ് 2-3 മാസം ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് നമുക്ക് അതിന് ശേഷം ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പാക്ക് തന്നെയാണ്. എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. 2-3 പ്രാവശ്യം നമ്മൾ 2-3 മാസം നമ്മൾ യൂസ് ചെയ്താൽ തന്നെ കണ്ടിന്യൂ യൂസ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.